ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് വീണ്ടും ഒരു സെൻറ്റാങ്കിൾ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സെൻറ്റാങ്കിൾ ആർട്ട് അല്ലെങ്കിൽ ഇല്യൂഷൻ ആർട്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ലൈന് റാൻഡമായിട്ട് ഒരു സൈഡിലോട്ട് ഫേസ് ചെയ്യുന്ന പോലെയാണ് ലൈൻ വരച്ചിരിക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഏകദേശം സെൻറ്റർ നോക്കി വരച്ചാലും മതി. പിന്നെ അതിൻ്റെ ഇടയിൽ പേന കൊണ്ട് വരയ്ക്കുകയാണ്. ആദ്യം മാർക്കർ കൊണ്ടാണ് വരച്ചത്. സ്കെച്ചും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സാധാ ബ്ലാക്ക് പെൻ, ഏതെങ്കിലും ഒരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മാർക്കറും പെന്നും ഉള്ള ഈ സ്ഥലം, ഈ ഭാഗം തൊട്ടിട്ട് നമ്മളിങ്ങനെ ഒരു പെറ്റൽ വരച്ചു കൊടുക്കുകയാണ്. ഒരു സൈഡിലേക്ക് ഫേസ് ചെയ്യണ പെറ്റൽ വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ കാണാൻ. ഇത് ഞാൻ ആദ്യം വരച്ച് നോക്കിയതാണ്, പക്ഷേ അപ്പോൾ ഈ സൈഡ് എനിക്കത് സെറ്റായില്ല. എൻ്റെ കൈ വഴങ്ങുന്നത് ഇപ്പുറത്തെ സൈഡിലോട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഓപ്പോസിറ്റിൽ വരച്ചത്. പിന്നെ എല്ലാം ഒരേ സൈഡിലേക്ക് തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൈ ഏത് രീതിക്കാണ് വരുന്നത് അതേപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പുകൾ ഓരോന്ന് ഇടവിട്ട് വരയ്ക്കുക. ശ്രദ്ധിച്ച് വരയ്ക്കണം, ഒരെണ്ണം തെറ്റിയാൽ ആദ്യമായിട്ട് വരയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഗ്യാപ്പുകളൊന്ന് ബ്ലാക്ക് അടിച്ച് കൊടുക്കുക. അധികം സ്പേസ് ഉണ്ടാവില്ല, കാരണം നമ്മൾ ഒത്തിരി വലുതായിട്ടൊക്കെയാണ് വരച്ചിരിക്കണേ. എന്നിട്ട് ഇതുപോലെ പെന്നുകൊണ്ട് തന്നെയാണ് ചെയ്തത്. ഇതുപോലെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക. ഇടയത്തെ ഗ്യാപ്പുകളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ശ്രദ്ധിക്കണം എന്ന് പറയാനൊന്നുമില്ല, ഈ ലൈൻ ഇടയിൽ വിട്ട് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അല്ലാതെ ഇത് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി ഇതുപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അധികം ഫില്ല് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിയും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള ലൈനുകളിൽ, ബാക്കിയുള്ള ഗ്യാപ്പുകളിൽ നമ്മുടെ ഈ 2 ലൈൻ നോട്ട്ബുക്കിൽ നമ്മൾ വരയ്ക്കില്ലേ, അതുപോലത്തെ രണ്ട് ലൈൻ വരച്ചു കൊടുക്കുക. അതായത് 2 ലൈൻ വരയ്ക്കുക, പിന്നെ ഒരു ഗ്യാപ്പ്, പിന്നെ കുറച്ച് 2 ലൈൻ, പിന്നെ ഒരു ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പ്, അങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മുടെ ഈ ചെറുപ്പത്തിൽ എഴുതി പഠിക്കാനൊക്കെ എടുക്കുന്ന നോട്ടില്ല, അതുപോലെ 2 ലൈനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക മാക്സിമം വീതിയിൽ. എന്നിട്ട് നമ്മൾ നമ്പർ 11 ഇങ്ങനെ എഴുതി പഠിക്കുക താഴത്തോട്ട്. ഏകദേശം സെൻറ്ററിലായിട്ട് 11 എന്നിങ്ങനെ എഴുതുക. അതായത് 2 വര ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ 11 എന്ന് ചുമ്മാ പറഞ്ഞതാണ്. അതുപോലെ ഇങ്ങനെ എഴുതി കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ 11ൻ്റെ അപ്പുറത്ത് 2 സൈഡും ഇല്ലേ, ആ 2 സൈഡും ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് മാർക്കറാണ് ഉപയോഗിച്ചത്, കുറച്ച് ഡാർക്കാകാൻ വേണ്ടിയിട്ട്. പേനയിൽ തന്നെ ചെയ്താലും മതി. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഡാർക്കായിട്ട് 2 സൈഡൊന്ന് വരച്ചു കൊടുക്കുക. ആ നടുവത്തെ ഗ്യാപ്പ് ഫില്ലാവാതെ ശ്രദ്ധിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നിയത് ശരിയാവുമെന്ന്, പക്ഷേ അവസാനത്തെ റിസൾട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു സെൻറ്റാങ്കിൾ ആർട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം ആവാനായി. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു ഫോർ വാച്ചിങ്.